കർക്കിടകം രാശിക്കാർക്ക് ഇപ്പോൾ നടക്കുന്ന വ്യാഴമാറ്റം എങ്ങനെയുള്ള ഫലം നൽകും? അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 14/5/2025 മുതൽക്ക് 2/6/2026 വരെ ഉള്ള ഈ ഒരു വ്യാഴൻ്റേതായ മാറ്റം നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫലമാണ് പ്രദാനം ചെയ്യുന്നത്? അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നന്മകൾ ഒക്കെ ഏറെ ഉണ്ടാവും, അതുപോലെ തന്നെ തിന്മയും ഉണ്ടാവും. നമ്മൾ സ്വീകരിക്കേണ്ട രീതികൾ ഏതാണെന്ന് അവരവർ തന്നെയാണ് നിശ്ചയിച്ച് തീരുമാനിച്ച് മാറേണ്ടതും. കർക്കിടകം രാശിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യാഴൻ സഞ്ചാരം നടത്തി വരുന്ന ഒരു ഭാവം എന്ന് പറയുന്നത് 11ാം ഭാവമായ ലാഭസ്ഥാനത്ത് നിന്നും 12ാം ഭാവമായ വ്യയസ്ഥാനത്തേക്കാണ് ഈ ഒരു വ്യാഴൻ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം സ്ഥിതി ചെയ്യുന്ന ഭാവത്തിനേക്കാളും അദ്ദേഹം ദൃഷ്ടി പതിപ്പിക്കുന്ന സ്ഥാനങ്ങൾക്കാണ് ഏറ്റവും അധികം പ്രാതിനിധ്യം ഉള്ളത്. അപ്പോൾ ഇവിടെ ചിന്തിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നത് മിഥുനം രാശിയുടെ 5ാം ഭാവത്തിലും അതുപോലെ തന്നെ 7ാം ഭാവത്തിലും 9ാം ഭാവത്തിലുമാണ്. അപ്പോൾ ഈ 5, 7, 9 എന്നീ ഭാവങ്ങൾക്ക് വളരെ അധികം മേന്മകൾ നൽകാൻ കഴിയും ഈ വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി കൊണ്ട്. അപ്പോൾ 7ാം ഭാവം എന്ന് പറയുന്നത് തന്നെ ധനു രാശിയാണ്, അത് അദ്ദേഹത്തിൻ്റെതായ സ്വന്തം വീട്. അതുപോലെ തന്നെ 9ാം ഭാവം എന്ന് പറയുന്നത് കുംഭം രാശിയാണ്. അപ്പോൾ ശനീശ്വരൻ്റെ വീട്ടിലേക്കാണ് ആ ദൃഷ്ടി പതിയുന്നത്. 5ാം ഭാവം തുലാം രാശിയുമായിട്ടാണ് വരുന്നത്. അപ്പോൾ കർക്കിടകം രാശിക്ക് 4ാം ഭാവമായിട്ടാണ് അത് കണക്കാക്കപ്പെടുക. ഈ പറയുന്നതൊക്കെ തന്നെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് പറയുന്നത്. അപ്പോൾ തന്നെ 100% ഏതാണ്ട് ഒരു 40% പേർക്കായിരിക്കും ഈ ഒരു നല്ല ഫലങ്ങളൊക്കെയും അല്ലെങ്കിൽ മോശം ഫലങ്ങളൊക്കെയും അനുഭവിക്കേണ്ടതായിട്ട് വരിക. മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരവരുടെ സ്വന്തം ജാതകത്തിന് ഇപ്പോൾ നടക്കുന്ന ദശ എന്താണോ, അപഹാര ദശ എന്താണോ എന്നൊക്കെ മനസ്സിലാക്കി അതിൻ്റേതായ രീതിയിലായിരിക്കും നന്മയും തിന്മയുമൊക്കെ ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കണം. 12ാം ഭാവത്തിലെ വ്യാഴം ആരോഗ്യം സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുക. അതുപോലെ തന്നെ അച്ഛന് എന്തെങ്കിലും വിധത്തിലുള്ള രോഗാവസ്ഥകളൊക്കെ നൽകുന്ന ഒരു സാഹചര്യവും ഇവിടെ മനസ്സിലാക്കാം. അപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ വളരെ അധികം ശ്രദ്ധ കൊടുത്ത് ഒരു ചികിത്സയൊക്കെ വേണ്ട കാര്യങ്ങളാണെങ്കിൽ നേരത്തെ തന്നെ ചികിത്സിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെയും ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. 12ാം ഭാവമായിട്ട് കണക്കാക്കുന്നത് വ്യയസ്ഥാനമാണ്, അതായത് നഷ്ടങ്ങളുടേതൊക്കെ ആയിട്ടുള്ള സ്ഥാനമാണ്. അപ്പോൾ വരവ് എത്ര വന്നാലും ചിലവായി പോകുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതും അങ്ങനെ തന്നെയല്ലേ എന്നൊരു ചോദ്യം ഉണ്ടായാലും ഈ ഒരു സമയത്ത് വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടേതായ ചിലവുകളൊക്കെ വളരെയധികം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലവാകുക എന്നുള്ളതാണ് യഥാർത്ഥമായ ഒരു കാര്യം. ഇതുവരെ നിങ്ങൾക്ക് പണം അനാവശ്യമായ രീതിയിൽ ചിലവായി പോയി ആ പണം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇനി അങ്ങനെയല്ല, ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും നിങ്ങളുടേതായ പണം ചിലവാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ അത് വളരെയധികം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളത് ചെയ്യുകയും ചെയ്യുന്നത്. ആദ്യത്തെ ദൃഷ്ടി എന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ കർക്കിടകം രാശിക്ക് 4ാം ഭാവമായ തുലാം രാശിയിലാണ് ദൃഷ്ടി പതിയുന്നത്. അപ്പോൾ ഈ ഒരു ഭാവം വെച്ചിട്ട് കണക്കാക്കുമ്പോൾ നിങ്ങൾക്ക് ഉയർന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമൊക്കെ നേടാനൊക്കെ ആഗ്രഹിച്ചൊക്കെ ഇരുന്ന വ്യക്തികൾക്ക് ഈ കാലഘട്ടം വളരെയധികം അനുകൂലമായ മാറ്റങ്ങളായിരിക്കും നൽകുക. അതുപോലെ നല്ല ജോലിയിലുള്ള പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് ഇതുവരെയും ലഭിക്കാതെ ഇരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതൊക്കെ തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം. കാരണം നിങ്ങൾക്ക് പിന്നിൽ വന്നവരൊക്കെ തന്നെ പ്രൊമോഷനൊക്കെ നേടി മുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, അതായത് ഉയർന്ന പദവിയിലേക്ക് കയറുമ്പോൾ എനിക്ക് എന്തുകൊണ്ടേ അത് ലഭിച്ചില്ല, എനിക്ക് ലഭിക്കാനുള്ളതല്ലേ എന്നൊരു ചിന്താഗതിയൊക്കെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫലം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇടം മാറ്റം, അതായത് ഒരു ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു ജോലിക്കൊക്കെ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടവും ആയി മാറും. ഇത് ഉടനെ ലഭിക്കില്ല, കാരണം വ്യാഴം ഒരു വർഷക്കാലത്തേക്കാണ് ഒരു രാശിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെയാവും നിങ്ങൾക്ക് ഈ പറയുന്ന ഫലങ്ങളൊക്കെയും ലഭിക്കുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. എന്തും തരും എന്നുള്ള ഒരു ഉറപ്പ് ഈ ഗുരു ഭഗവാന് ഉണ്ട്, അതായത് വ്യാഴത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളെടുക്കുന്ന എല്ലാ പ്രയത്നങ്ങൾക്കും നിങ്ങൾക്ക് വിജയം തന്നെയായിരിക്കും ഇവിടെ വ്യാഴം നൽകുക. അതുപോലെ അമ്മയ്ക്ക് എന്തെങ്കിലും വിധത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഇതുവരെയും ശരിയാകാതിരുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ആ രോഗാവസ്ഥയിൽ നിന്നൊക്കെ മുക്തി ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടാവും.
അമ്മ വഴിക്ക് എന്തെങ്കിലുമൊക്കെ സ്വത്തൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ വസ്തുവകകൾ എന്തെങ്കിലുമൊക്കെ വിൽക്കാതെ കിടക്കുന്ന പുരയിടങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഇതുവരെയും വിൽക്കാൻ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണെങ്കിൽ അതൊക്കെ തന്നെ നടന്നു കിട്ടുന്ന ഒരു കാലവുമായിരിക്കും. കുടുംബപരമായ പ്രശ്നങ്ങൾ കോടതിയിലോ കേസ് വഴക്കുകളിലൊക്കെ ആണെങ്കിലും അതൊക്കെ തീർന്നു കിട്ടുന്ന ഒരു കാലമാണ്. സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങളും വഴക്കുകളൊക്കെ തീർന്ന് എല്ലാവരും കൂടി ഒത്തുചേരുന്ന, നന്മയ്ക്ക് വേണ്ടി ഒത്തുചേരുന്ന ഒരു കാലഘട്ടം കൂടിയായി മാറും. ഇപ്പോൾ വസ്തു ഏതെങ്കിലും ഉണ്ട്, അതിനെ വിറ്റിട്ട് വേറെ എവിടെയെങ്കിലും ഒരെണ്ണം വാങ്ങണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നടക്കുന്ന കാലം. അതുപോലെ തന്നെ വണ്ടി വാഹനങ്ങളൊക്കെ വിറ്റ് മാറ്റി വാങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങൾക്ക് നടക്കുന്ന കാലം. അതിനായിട്ടുള്ള പണമൊക്കെയും ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. അടുത്ത ദൃഷ്ടി പതിയുന്നത് നിങ്ങളുടെ രാശിയുടെ 6-ാം ഭാവം. വ്യാഴം നിൽക്കുന്ന രാശിയുടെ 7-ാം ഭാവവും നിങ്ങളുടെ കർക്കിടകം രാശിയുടെ 6-ാം ഭാവം. 6-ാം ഭാവം എന്ന് പറയുന്നത് ഋണ രോഗ ശത്രുസ്ഥാനമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ എന്തെങ്കിലും വിധത്തിലുള്ള ശത്രുത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ പൂർണ്ണമായി നീങ്ങിക്കിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ രോഗാവസ്ഥകളിൽ നിന്നൊക്കെ ഒരു പരിധിവരെ മുക്തിയൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ നിലവിലെ വരുന്ന ഈ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതൊക്കെ ഒരു അല്പം അടച്ചു തീർക്കുവാനുള്ള വഴികൾ ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പൂർണ്ണമായ ഒരു തീർപ്പ് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ അത് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഞാൻ വളരെ വലിയ രീതിയിൽ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ ഒരു കാലഘട്ടം മുതൽക്ക് പ്രശ്നങ്ങളുടേതായ ആരംഭവും ആകുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അപ്പോൾ നേരത്തെ സംഭവ ബഹുലമായ ചില പ്രശ്നങ്ങളിലൊക്കെ ബുദ്ധിമുട്ടും സങ്കടങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന, മനോദുഃഖത്തിനുമൊക്കെ ആളായിരുന്നവർക്ക് ഈ ഒരു കാലഘട്ടം, ഒരു വർഷം വളരെയധികം നന്മ തന്നെയാണ്. അപ്പോൾ ഇറങ്ങുന്ന വഴികളിലൊക്കെ നിങ്ങൾക്ക് വിജയം തന്നെയായിരിക്കും ലഭിക്കുക. അടുത്തതായിട്ട് ദൃഷ്ടി പതിയുന്നത് ഇപ്പോൾ വ്യാഴത്തിൻ്റെതായ സ്ഥിതിയിൽ നിന്നും 9-ാം ഭാവമായ കുംഭം രാശി, അതിപ്പോൾ കർക്കിടകം രാശിക്ക് 8-ാം ഭാവമായ അഷ്ടമസ്ഥാനത്തിലേക്കാണ് ആ ഒരു ദൃഷ്ടി പതിയുന്നത്. ഇത് വ്യാഴത്തിൻ്റെ സ്ഥിതി വെച്ചിട്ട് നോക്കുമ്പോൾ 9-ാം ഭാവം, അതായത് ഭാഗ്യസ്ഥാനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ രാശിയുടെ 8-ാം ഭാവമായിട്ട് അവിടെ നോക്കുമ്പോൾ ഇതുവരെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അനാവശ്യമായി പഴി കേൾക്കുകയോ അപമാനങ്ങൾക്കിടയാകുകയോ ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ അതൊക്കെ തന്നെ തീർന്നു കിട്ടുന്ന ഒരു സാഹചര്യമാണ്. കാരണം നിങ്ങളിൽ തെറ്റുകളൊന്നും ഇല്ല എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു കാലമാണ്. അതുപോലെ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒരു സഹായഹസ്തം പോലെ പണമോ മറ്റ് എന്തെങ്കിലും ഒരു സഹായമോ ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ടാവും. 8-ാം ഇടം എന്ന് പറയുന്നത് തന്നെ പെട്ടെന്നുള്ള ഭാഗ്യത്തെയാണ് കുറിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒരു സഹായം ലഭിക്കുമെന്നുള്ളത് വളരെ അധികം ആർജവത്തോടുകൂടി തന്നെ ചിന്തിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടേതായ സത്യസന്ധമായ രീതിയിൽ നിങ്ങൾ ഇടപെട്ട് പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇവിടെ അമ്മ വഴിക്ക് അല്ലെങ്കിൽ ആ ഇടം വഴി നിങ്ങൾക്ക് മറ്റേതെങ്കിലും സ്ത്രീകൾ വഴി ഒക്കെ നന്മ ലഭിക്കുന്ന അല്ലെങ്കിൽ സഹായഹസ്തം ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ തന്നെയാണ് അതിനെ പ്രയോജനപ്പെടുത്തി കൊണ്ടുവരേണ്ടത്. കാരണം ഇത്രയും കാലമുണ്ടായിരുന്ന ഈ കഷ്ടകാലങ്ങളൊക്കെ മനസ്സിൽ നിർത്തിക്കൊണ്ട് വേണം നിങ്ങൾ മുന്നിലേക്കുള്ള വഴികൾ സഞ്ചരിച്ച് തീർക്കുവാനായിട്ട്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് മുന്നിലേക്ക് പോയാൽ മാത്രമാണ് ഇനിയൊരു പുതിയ വിജയം നിങ്ങൾക്കുണ്ടാക്കുവാനായിട്ട് കഴിയുക. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ രാഹുവിൻ്റെയും കേതുവിൻ്റെയും മാറ്റം കൂടി ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ രാഹു കർക്കിടകം രാശിയുടെ 2-ാം ഭാവത്തിലാണ് കേതുവിൻ്റേതായ സ്ഥിതി വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരാൻ സമയത്ത് കുടുംബസ്ഥാനത്തേക്ക് കണക്കാക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കൂടി മുന്നിൽ കണ്ടു വേണം നമുക്ക് അതിൻ്റേതായ രീതിക്ക് മുന്നിലേക്ക് സഞ്ചരിക്കുവാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയുവാനുള്ളത്. വ്യാഴം മാറ്റം സംഭവിച്ച് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ വളരെയധികം നല്ല ഫലങ്ങൾ, ഇപ്പോൾ നല്ല ദശ നടക്കുന്നവർക്ക് നല്ല ഫലവും മോശം ദശ നടക്കുന്നവർക്ക് ആ ദശകൾക്ക് അനുസൃതമായിട്ടുള്ള ഫലവുമായിരിക്കും അനുഭവിക്കേണ്ടി വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അടുത്തുള്ള ഏതെങ്കിലും ആസ്ട്രോളജറെ കണ്ടിട്ട് നിങ്ങളുടേതായ ജാതകം പരിശോധിച്ച് ഇപ്പോൾ നടക്കുന്ന സമയം എന്താണ് എന്നും മനസ്സിലാക്കി അതിൻ്റേതായ രീതിയിൽ മുന്നിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു മനോഭാവം നിങ്ങൾ കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എങ്കിൽ മാത്രമായിരിക്കും ശരിയായ പാതയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് കഴിയുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം നന്മകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ പറയുകയാണ്. ശുഭം.